നമസ്കാരം. രാഷ്ട്രീയ കേരളം ശ്വാസമടക്കി പിടിച്ച ഒരു നിമിഷം. ശാന്തമെന്ന് തോന്നിയ എറണാകുളം ജില്ലയുടെ രാഷ്ട്രീയ മണ്ണിൽ അപ്രതീക്ഷിതമായി ഒരു കൊടുങ്കാറ്റ് ആഞ്ഞുവീശിയിരിക്കുന്നു. UDFന്റെയും LDFന്റെയും കുത്തകയെന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെട്ട മണ്ഡലങ്ങൾക്കിടയിലേക്ക് ഇതാ ഒരു പുതിയ കളിക്കളം കൂടി ഒരുങ്ങുകയാണ്. BJP 2020 കൂട്ടുകെട്ട്. കേൾക്കുമ്പോൾ തന്നെ ഒരു ബോളിവുഡ് ത്രില്ലർ സിനിമയുടെ ക്ലൈമാക്സ് രംഗം പോലെ ആകാംക്ഷ നിറയ്ക്കുന്ന ഈ സഖ്യം വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തലകീഴായി മറിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരും സാധാരണക്കാരും. തൃപ്പൂണിത്തുറ ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ സ്വാധീനമൊന്നും അവകാശപ്പെടാനില്ലാത്ത BJPക്ക് ഈ സഖ്യം ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്. എറണാകുളം ജില്ലയിൽ വേരുറപ്പിക്കാൻ അവർക്ക് ലഭിച്ച സുവർണ അവസരം. എന്നാൽ മറുവശത്ത് 2020ക്ക് ഇത് വെറുമൊരു കൂട്ടുകെട്ടല്ല, അതിജീവനത്തിന്റെ പോരാട്ടം കൂടിയാണ്. കിഴക്കമ്പലത്തെ തങ്ങളുടെ സാമ്രാജ്യം വിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ സംഭവിച്ച ചില അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ സാബു എം ജേക്കബിനെ പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിന് പ്രേരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ഇന്നലെ അതാണ് സംഭവിച്ചത്. 2015 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച 2020 വെറും 10 വർഷം കൊണ്ട് നടത്തിയ മുന്നേറ്റം അമ്പരപ്പിക്കുന്നതായിരുന്നു. കിഴക്കമ്പലത്ത് തുടങ്ങിയ തേരോട്ടം കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിനു കീഴിലുള്ള പഞ്ചായത്തുകളിലേക്കും കൊച്ചി കോർപ്പറേഷന്റെ 50ഓളം ഡിവിഷനുകളിലേക്കും വ്യാപിച്ചു. പക്ഷേ 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ 2020യുടെ കുതിപ്പിന് അപ്രതീക്ഷിതമായി ഒരു ബ്രേക്ക് ഇട്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാർട്ടിക്ക് സ്വന്തമെന്ന് കരുതിയ പല കോട്ടകളിലും വിള്ളലുകൾ വീണു. 2020 ഭരിച്ചിരുന്ന കുന്നത്തുനാടും മഴുവന്നൂരും നഷ്ടപ്പെട്ടു. ഐക്കരനാട് തൂത്തുവാരിയെങ്കിലും 2020 രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായ കിഴക്കമ്പലത്ത് പോലും UDF LDF മുന്നണികൾ ഒരുമിച്ചപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി. 14 സീറ്റിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായത്. തിരുവാണിയൂരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും പുതൃക്കയിൽ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് പദം ലഭിച്ചത്. കൊച്ചി കോർപ്പറേഷനിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് 2020യെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. തളർച്ചയുടെ ഈ സൂചനകളാണ് സഖ്യ സാധ്യതകളിലേക്ക് ഒരു വാതിൽ തുറക്കാൻ കൺവീനറും സ്ഥാപകനുമായ സാബു എം ജേക്കബിനെ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. ഈ സഖ്യം നിലവിൽ വന്നതോടെ എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ മാനം കൈവന്നിരിക്കുകയാണ്. മത സാമുദായിക സമവാക്യങ്ങൾക്കേറെ പ്രാധാന്യമുള്ള ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും ഈ കൂട്ടുകെട്ട് എന്ത് സ്വാധീനം ചെലുത്തും? BJP വോട്ടുകൾ 2020ക്ക് ലഭിക്കുമോ? തിരിച്ചും വോട്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുമോ? വികസിത കേരളം എന്ന BJPയുടെ പ്രചരണ മുദ്രാവാക്യം 2020യുടെ ജനപ്രീതിയുമായി ചേരുമ്പോൾ അത് വോട്ടായി മാറുമോ? ഈ ചോദ്യങ്ങളെല്ലാം നിലവിൽ ഒരു പൊളിറ്റിക്കൽ പസിൽ പോലെ അവശേഷിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലം കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറും എന്നതിൽ സംശയമില്ല. ഈ പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് എറണാകുളത്തെ ജനങ്ങൾ ഏത് രീതിയിൽ വോട്ട് ചെയ്യും? ട്വിസ്റ്റുകളാണോ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മെ കാത്തിരിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. അതേസമയം മധ്യ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്നും താക്കോൽ സ്ഥാനത്തുള്ള ക്രൈസ്തവ വോട്ടുകളെ സ്വാധീനിക്കാൻ ഈ സഖ്യം വലിയ രീതിയിൽ സഹായിക്കും. BJPയോട് ഇതുവരെ അകലം പാലിച്ചിരുന്ന ക്രൈസ്തവ വോട്ടർമാർക്ക് NDA മുന്നണിയിലേക്ക് കടന്നുവരാനുള്ള ഒരു സുരക്ഷിത പാലമായി 2020 മാറും. സാബു ജേക്കബിന് വിവിധ സഭാ നേതൃത്വങ്ങളുമായിട്ടുള്ള അടുത്ത ബന്ധം BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അനുരജ്ഞ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരും. സഭകൾക്ക് BJPയോടുള്ള രാഷ്ട്രീയമായ ആശങ്കകൾ പരിഹരിക്കാൻ ഒരു വ്യവസായി എന്ന നിലയിൽ സാബു ജേക്കബിന്റെ സാന്നിധ്യം ഗുണകരമാകും. ലവ് ജിഹാദ് പോലുള്ള സാമൂഹിക വിഷയങ്ങളിലും വികസന കാര്യങ്ങളിലും BJPയും 2020യും സ്വീകരിക്കുന്ന സമാനമായ നിലപാടുകൾ ക്രൈസ്തവ വോട്ടർമാരെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. വികസനത്തിന് കേന്ദ്ര സഹായം വേണം എന്ന സാബു ജേക്കബിന്റെ പ്രായോഗിക വാദം വോട്ടർമാർക്കിടയിൽ ചർച്ചയാകും. എന്നാൽ ദേശീയ തലത്തിലെ BJPയുടെ ചില നിലപാടുകൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്കകൾ പരിഹരിക്കുക എന്നത് സഖ്യത്തിന്റെ മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. കൂടാതെ കേരള കോൺഗ്രസ് M വഴി ഈ വോട്ടുകൾ ചോരുന്നത് തടയാൻ LDF നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കേണ്ടതായും വരും. ചുരുക്കത്തിൽ ക്രൈസ്തവ വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ഈ നീക്കം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടം തിരുത്തിക്കുറിക്കാൻ പോന്നതാണ്.